വെൽക്കം ടു ഹനാസ് കുക്കിംഗ് വേൾഡ്. ഹനാസ് കുക്കിംഗ് വേൾഡിൽ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബേക്കറി സ്റ്റൈലിലൊരു ഹണി കേക്കാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനൊരു പാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിക്ക് 120 ml പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാല് നല്ലൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 60 ml ഓയിലാണ് ഞാൻ അതിലെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 120 ml പഞ്ചസാര പൊടിച്ച് വെച്ചതാണിത്. അത് ചേർത്ത് കൊടുക്കുക. നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര അതിൽ മെൽറ്റായി വരണം. ശേഷം ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നരിച്ചെടുക്കാം. നമുക്ക് 1/4 കപ്പ് മൈദ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് സോൾട്ട് എല്ലാം ചേർത്തൊന്ന് അരിച്ചെടുക്കുക. അത് മിക്സ് ചെയ്തെടുക്കുക. അര കപ്പ് പാലും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു പാനിൽ ഞാൻ കുറച്ച് ഓയിലൊക്കെ തടവി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എയർ ബബിൾസ് ഉണ്ടാവും. ഒരു പഴയ ഫ്രൈങ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കേക്കിൻ്റെ ടിന്ന് വെച്ച് കൊടുക്കുക. ഒന്ന് അടച്ച് വെക്കുക. ഒരു 40 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കും. ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേക്ക് നല്ല ബേക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് വെക്കുക. അപ്പോൾ അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ പഞ്ചസാര സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹണി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ അപ്പോൾ ചേർത്തിട്ടില്ല. അപ്പോൾ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിക്സ്ഡ് ഫ്രൂട്ട് ജാം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, ഒന്ന് മെൽറ്റായി കിട്ടും. ചൂടായി വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ കേക്കിന് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക. സിറപ്പ് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. സിറപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ജാം മെൽറ്റാക്കി എടുത്തില്ല, അത് കേക്കിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക.